ചില മനുഷ്യരുണ്ട് എല്ലാത്തിലും ഇങ്ങനെ നെഗറ്റീവ് മാത്രം കാണുന്നവര്. നമ്മൾ പറയാറില്ല നിനക്കൊരു നല്ല വർത്താനം പറഞ്ഞുകൂടെയാണ്. അയൽപ്പക്കത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. ഭാര്യ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് നോക്കുമ്പോൾ അവൾ തുണി വിരിച്ചിടുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭർത്താവിനോട് പറയാണ്, നോക്കൂ ഇവൾക്ക് അലക്കാനൊന്നും അറിയാൻ പാടില്ല, കാരണം വസ്ത്രങ്ങളിലൊക്കെ എന്ത് ചെളിയാണ് എന്നിങ്ങനെ ഇവളുടെ കുറ്റങ്ങൾ പറയാനായിട്ട് തുടങ്ങി. പിറ്റേ ദിവസം ഇത് ആവർത്തിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഇവളിങ്ങനെ രാവിലെ ഈ അയൽപ്പക്കത്തെ വീട്ടിലെ ചേച്ചീനെ പറ്റിയാണ് സംസാരം. പക്ഷെ ഒരു ദിവസം ഇവള് പറയാണ്, നോക്കൂ ഇന്ന് എന്തായാലും അവൾ നന്നായിട്ട് അലക്കി തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, അവൾക്ക് അലക്കാൻ എന്തായാലും പഠിച്ചു, ചെളിയൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി ഞാൻ ഇന്നലെ നമ്മുടെ ഈ ജനലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിരുന്നു, എന്തൊരു അഴുക്കായിരുന്നു, മൊത്തം ചെളി പിടിച്ച് കിടക്കുമായിരുന്നു. പ്രശ്നം അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിയുടെ അല്ല, അവളുടെ അലക്കൻ്റെ അല്ല, പ്രശ്നം നമ്മുടെ വീട്ടിലെ ജനല് ചെളി പിടിച്ചിരുന്നു എന്നുള്ളതാണ്. കാഴ്ചപ്പാടുകൾ വിശുദ്ധമായില്ലെങ്കിൽ കാണുന്നതൊക്കെ അശുദ്ധമാകും. നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഇതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് കാഴ്ചപ്പാടിനെ കുറ്റം പറയണ്ട. നിന്റെ ഹൃദയത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് എന്നുള്ളത്. തിന്മ നിറഞ്ഞ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും അവിടെയും നന്മ കാണാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടാകണമെങ്കിൽ മുഖം കഴുകിയതുകൊണ്ടോ കണ്ണ് കഴുകിയതുകൊണ്ടോ കാര്യമില്ല. നിന്റെ ഹൃദയത്തെ നീ വിശുദ്ധമാക്കണം, കഴുകി വെടിപ്പാക്കണം.